അതിനു മുമ്പ് ഉദയംപേരൂർ പള്ളിക്ക് അകത്ത് നടന്ന സംഘർഷം അത് ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് പോകണം. ഇതാണ് ആ ദൃശ്യങ്ങൾ. ഇത് ഉദയംപേരൂരിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകർക്കായി കാണിച്ചത്. കുർബാന പോലും തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേരത്തെ ശ്രീ റിജോ കാഞ്ഞൂക്കാരൻ പറഞ്ഞതുപോലെ ഇതിനെ ഔദ്യോഗിക വിഭാഗം കാണുന്ന മറ്റൊരു തലത്തിലാണോ? കാരണം സഭയുടെ സ്വത്തുക്കളും പള്ളികളും ഈ പറഞ്ഞ പോലെ സ്ഥാപനങ്ങളും ഒക്കെ അത് സ്വന്തമാക്കുക എന്ന രീതിയുണ്ട്. ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കൂ, അല്ല എന്തിനാണ് ഇങ്ങനെ ചില കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. റിജോമോൻ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറയൂ. റിജു പറഞ്ഞ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. റിജു ആദ്യമേ പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഞങ്ങളുടെ പള്ളിയിലെ വിശ്വാസികളുടെ അവരുടെ വിശ്വാസം, അവരുടെ ആചരണം. ഇവിടെ ഞാൻ അതിന്റെ മറുപടി ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു സംവിധാനമില്ല. എറണാകുളം അങ്കമാലി അതിരൂപത കത്തോലിക്ക സഭയിലെ 24 വ്യക്തിസഭകളിൽ ഒരു വ്യക്തിസഭയായ സിറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ ഒരു രൂപത മാത്രമാണ്. ആ ഒരു രൂപതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരു സംവിധാനമില്ല. ആദ്യമേ നമ്മൾ ഒരു നിഗമനത്തിലെത്തേണ്ടത് അവിടെയാണ്. അപ്പൊ അവിടെ ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പള്ളി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അപ്പൊ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് വ്യക്തികളുടെയായി. അപ്പോ ഈ വ്യക്തികൾക്ക് ഇത് അവകാശം സ്ഥാപിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ പള്ളി, അവരുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സ്വത്തുക്കളും ഈ പറയുന്ന സംഭവമൊക്കെ ആരുടേതാകണമെന്നാണ് ഇവരുടെ വാദം. സിറോ മലബാർ സഭ ഇത്രയും നാളും പരിപാലിച്ചു പോന്നിരുന്ന വിശ്വാസികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയുള്ള അവരുടെ പള്ളികളും ഈ കാര്യങ്ങളും ഒക്കെ എറണാകുളത്ത് 350 വൈദികരുടെ കൈക്കലാക്കണം. ഇവർ പറയുന്ന വാദം തികച്ചും തെറ്റാണ്, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അപ്പോ സ്വത്തും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം കൈകളിൽ നിന്ന് വിട്ടുപോകുമെന്ന് മനസ്സിലായി പോയപ്പോൾ അത് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള അവരുടെ തന്ത്രമാണ്. ഇത് ഞങ്ങളുടെ പള്ളിയാണ്, ഞങ്ങളുടെ സ്വത്താണ്, ഇതെല്ലാം ഞങ്ങൾക്ക് വച്ചനുഭവിക്കണം എന്നുള്ളൊരു വാദം. പിന്നെ ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ വിശ്വാസികളില്ല. കാരണം 6 ലക്ഷം വിശ്വാസികളുണ്ടെങ്കിൽ ഈ പറയുന്ന റിജു കാഞ്ഞൂക്കാരനോ ഷൈജു ആന്റണിക്കോ എറണാകുളത്ത് 350 വൈദികർക്കോ 6 ലക്ഷം വിശ്വാസികളുടെ മേലെ എങ്ങനെയാണ് അവർക്ക് അവകാശം ഉന്നയിക്കാൻ പറ്റുക? 6 ലക്ഷം വിശ്വാസികള് സീറോ മലബാർ സഭയിലെ വിശ്വാസികളാണ്. 350 വൈദികർ എന്ന് പറയുന്നത് ഓരോ പള്ളിയിലേക്ക് ഇടവക വികാരിയുടെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി മാത്രം മെത്രാൻ നിയോഗിക്കുന്ന ആള് മാത്രമാണ് ഇടവക വികാരി. ഒരു പള്ളിയിൽ 3 വർഷത്തേക്ക് ഒരു ഇടവക വികാരി വരുമ്പോൾ അവിടെയുള്ള 1000, 2000 എന്റെ ഇടവക പള്ളി കാക്കനാട് ദേവാലയമാണ്. അവിടെ 5000 വിശ്വാസികളുണ്ട്. അപ്പൊ അവിടെ ഒരു പുരോഹിതൻ വന്നാൽ ആ 3 വർഷത്തേക്ക് വേണ്ടി വരുന്ന പുരോഹിതൻ എങ്ങനെയാണ് ഈ പറയുന്ന 5000 ആൾക്കാരുടെ അട്ടിപ്പേർ അവകാശം ഇയാൾ ഏറ്റെടുക്കുന്ന? 5000 ആളുകളുടെ അവകാശങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെടുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഇതെല്ലാം ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങളുടേതാണ് എന്നുള്ള വാദം ഒരിക്കലും നിലനിൽക്കില്ല. ഇവർക്ക് ഈ സ്വത്തുക്കളും ഇവരുടെ അറിയാമല്ലോ, ഇവരുടെ കുറെ സ്ഥാപനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്, കുറെ പൈസ വീഴുന്ന പള്ളികൾ ഇവരുടെ കയ്യിലുണ്ട്. ഇതൊന്നും വിട്ടുകൊടുക്കാനായിട്ട് ഇവർക്ക് മനസ്സില്ല. അപ്പൊ ഇവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ
കുർബാന ക്രമം അനുസരിക്കേണ്ടി വന്നാൽ സീറോ മലബാർ സഭയുടെ ഭാഗമായി ഇവർ നിൽക്കേണ്ടി വരും. അതിന് ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഷൈജു ആന്റണി ഈ റിജു കാഞ്ഞുകാരനൊക്കെ പറഞ്ഞത് ഞങ്ങൾക്കൊരു മാർപ്പാപ്പയുടെ കീഴിൽ മെത്രാപോലീത്തൻ സഭയാകണം, ഞങ്ങൾക്കൊരു വേരിയന്റ് വേണം. മാർപ്പാപ്പയ്ക്ക് അത് അനുവദിച്ചു കൊടുക്കാനാണെങ്കിൽ ലോകത്തിലുള്ള സകല ആൾക്കാർക്കും വേരിയന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. മെത്രാപോലിത്തൻ സഭ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ മാർപ്പാപ്പയ്ക്ക് നേരം ഉണ്ടാവുള്ളൂ. ഇതേ മാർപ്പാപ്പ തന്നെയാണല്ലോ പറഞ്ഞത്, ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, അനുസരണ ഉള്ളിടത്താണ് സഭയുള്ളത്, അനുസരണ ഇല്ലെങ്കിൽ ശീഷ്മ ഉണ്ടാകും. ശീഷ്മ എന്ന് പറയുന്നത് സഭയ്ക്ക് പുറത്താണ്, വിഘടിച്ചു പോകുന്ന വിഭാഗത്തിനാണ് ശീഷ്മ. അവിടെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പുറത്താണ്. ഇത് മേജർ ആർച്ച് ബിഷപ്പോ ഇവിടുത്തെ മെത്രാന്മാരോ ഉണ്ടാക്കി വെച്ച സംവിധാനമല്ല. അനുസരണം എന്നുള്ളത് സീറോ മലബാർ സഭയിലെ കത്തോലിക്ക സഭയുടെ തന്നെ നിലനിൽപ്പ് അനുസരണത്തിന്റെ കീഴിലാണ്. ഇതൊരു ശ്ലൈഹിക സഭയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ വിവാഹത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. വിവാഹം അത് കൗദാശികമാണ്. അത് കൗദാശികമാകുന്നത് എപ്പോഴാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട സഭ ഒന്നാമത്തെ മാർപ്പാപ്പയായ പത്രോസിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട അന്നു മുതൽ 2000 വർഷം വരെ ശ്ലൈഹികമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ഒന്നാണ്. ശരി, കാഞ്ഞുകാരൻ അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ജോമോൻ ആരക്കുഴയുടെ വാദം അതാണ്. താങ്കളുടെ മറുപടി? ജോമോൻ ആരക്കുഴയ്ക്ക് ഈ എറണാകുളം അതിരൂപതയെ കുറിച്ചോ ഈ സഭാ സംവിധാനത്തെ കുറിച്ച് കൃത്യമായ ഒരു വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുക. എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എറണാകുളം അതിരൂപതയിൽ വന്ന് താമസിക്കുന്ന വളരെ ഇടവകയിൽ ഏതെങ്കിലും ഇടവക മെമ്പർ പോലും ആണെന്ന് എനിക്കറിയില്ല. ഇടവകയിൽ കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ ഇടവകയിൽ അംഗം പോലും അല്ലായിരുന്നു. അദ്ദേഹം ഏറ്റവും രൂപതക്കാരൻ എറണാകുളത്ത് നിന്ന് വാടകയ്ക്ക് താമസിക്കുന്നു. കാക്കനാട് ഇടവകയിൽ പോലും അത് അംഗമല്ല എന്റെ അറിവിൽ. ഇന്ന് ഈ അടുത്തെങ്ങാനും അവിടെ പോയി അച്ഛൻ വന്ന് അദ്ദേഹത്തിന് തോപ്പിട്ട് ഇടവക ചേർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ തെളിവുകൾ നമുക്കില്ല. അത് അവിടെ നിൽക്കട്ടെ. സീറോ മലബാർ സഭയിൽ നിന്ന് മാത്രമല്ല, കത്തോലിക്ക സഭയിൽ ലത്തീൻ സഭയാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വിഭാഗം. 98% ലത്തീൻ വിഭാഗമാണ്. അവരുടെ കുർബാന മുഴുവൻ ജനാവയവുമാണ്. പക്ഷേ ആ ലത്തീൻ കുർബാനയിലും വ്യത്യസ്തമായ കുർബാന രീതി നിലവിലുണ്ട്. വേരിയന്റായിട്ട് നിലനിൽക്കുന്നുണ്ട്. ബൈസന്റൈൻ പോലുള്ള പല രീതികളും അവിടെ നിലവിലുണ്ട്. സീറോ മലബാർ സഭയിൽ കോട്ടയം രൂപത അതിനൊരു സെപ്പറേറ്റ് നെയിമിംഗ് ആണ്. സീറോ മലബാർ സഭയിലെ തന്നെ രൂപതയാണ് കോട്ടയം രൂപത, കാനായ രൂപത. അവിടെ യാക്കോബായ സഭയിൽ നിന്ന് കാനായ വിഭാഗത്തിൽ നിന്ന് കുടിയേറി ചേർന്ന 1056 വീട്ടുകാർ, വെറും 1056 വീട്ടുകാർ. എറണാകുളം അതിരൂപതയിൽ 1,10,14,000 വീട്ടുകാരുണ്ടെന്ന് പറയണം. 6.5 ലക്ഷം വിശ്വാസികളുണ്ടെന്ന് പറയണം. 1056 വീട്ടുകാർക്ക് വേണ്ടി ഒരു വേരിയന്റ് നിലവിലുണ്ട്. അവർ യാക്കോബായ സഭയിൽ അനുഷ്ഠിച്ചിരുന്ന അതേ കുർബാന ക്രമമാണ് അവർ സീറോ മലബാർ സഭയിൽ നിന്നുകൊണ്ട് കോട്ടയം രൂപതയിൽ അനുഷ്ഠിക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഈ 1000 വീട്ടുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മെത്രാനുണ്ട്, മാർ അഫ്രൈം എന്ന് പറഞ്ഞു. അദ്ദേഹം സീറോ മലബാർ സഭ സിനഡിലെ നിങ്ങളെ ഒരു പ്രത്യേക വിഭാഗമായി അംഗീകരിക്കണം. നിങ്ങളുടെ സഭയിൽ തന്നെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ആരാധനാക്രമത്തിൽ നിങ്ങളെ അംഗീകരിക്കണം, അല്ലെ? അതാണ് നിങ്ങളുടെ ആവശ്യം. അത്രേ ഉള്ളൂ. ഞങ്ങളെ അംഗീകരിക്കാൻ, ഞങ്ങളുടെ നിലപാടിനെ അംഗീകരിക്കാൻ, ഞങ്ങളുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ ഇവർ തയ്യാറായവരോട്. ഈ ബിഷപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എറണാകുളം ജില്ലക്കാരൻ ബിഷപ്പാകാത്താണ് വിമതരുടെ ഒരു പ്രശ്നം എന്നുള്ള തരത്തിലുള്ള വിഷയമുണ്ടോ? അതൊക്കെ വെറുതെ തോന്നലാണ്. എറണാകുളം അതിരൂപതയുടെ പ്രഥമ മെത്രാൻ 1896 വന്ന വ്യക്തി ലൂയിസ് പഴയപ്പറമ്പിൽ, അദ്ദേഹം ചങ്ങനാശ്ശേരി രൂപതക്കാരനായിരുന്നു. ഇവിടെ ഒരു വിഷയം ഉണ്ടായില്ല. പിന്നീട് ഇത് വികാരിയത്തായി. അതായത് 1923 എറണാകുളം അതിരൂപത ആസ്ഥാനമാക്കിയാണ് സഭ സ്ഥാപിതമായത്, സീറോ മലബാർ സഭ. അന്ന് തുടങ്ങിയ കുതിരിപ്പാണ് എറണാകുളം അതിരൂപതയുടെ പ്രാധാന്യം കുറയ്ക്കാൻ സീറോ മലബാർ സഭയിൽ കുതിരിപ്പുണ്ടാകുന്നത്. 100 വർഷമായി തുടരുന്നു. അതിനുശേഷം ഇവിടെ പടിയറപ്പിതാവ് ഇവിടെ മെത്രാപ്പൊലീത്തയായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം ആലഞ്ചേരി വന്നപ്പോൾ തുടക്കകാലത്ത് ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ ഈ പരിശുദ്ധമായി കരുതുന്ന അൾത്താരയിൽ പോലും കയറി പ്രശ്നങ്ങൾ ഉണ്ടാകും. ദൃശ്യങ്ങളിൽ കാണാം എന്തൊരു സംഘർഷമാണ് കർത്താവിന്റെ മുന്നിൽ ഈ വിശ്വാസികൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഈ സ്വത്താണോ യഥാർത്ഥത്തിൽ പ്രശ്നം? ഈ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതും അത് പരസ്പരം പങ്കിട്ടെടുക്കാത്തതിന്റെയൊക്കെ പ്രശ്നമാണോ? അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. കുർബാനയാണ് പ്രശ്നമെങ്കിൽ, കുർബാനയുടെ രീതിയാണ് പ്രശ്നമെങ്കിൽ, 50 വർഷമായി തുടരുന്ന രീതി ഒരു സുപ്രഭാതത്തിൽ അത് ഇൻവാലിഡ് ആകുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ സമൂഹത്തിന്, ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിന് പുതിയ രീതി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഇപ്പൊ ശബരിമലയിൽ അവിടുത്തെ വിശ്വാസ സമൂഹം പറയുന്നു ഞങ്ങൾക്ക് സ്ത്രീ കയറേണ്ടതില്ല. ഇപ്പോ സുപ്രീം കോടതി പറഞ്ഞ് കയറിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ വിശ്വാസ സമൂഹത്തിന് വേണ്ട സുപ്രീം കോടതിയല്ലല്ലോ തീരുമാനിക്കുന്നത്. അത് അവിടുത്തെ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ പ്രതിയുള്ളതാണ്.
ഞങ്ങളുടെ വിശ്വാസ സമൂഹം പറയുന്നു ഞങ്ങൾക്ക് ഈ കുർബാന വേണ്ട. ഇവിടെ അത്തരത്തിൽ കുർബാന ആഗ്രഹിക്കുന്ന പുറമെ നിന്ന് വന്ന് താമസിക്കുന്ന ജോമോനെ പോലെയുള്ള കുറച്ച് ആളുകൾ. ശ്രീ ജോമോൻ, ഇവിടെ ഈ കർത്താവിനോട് കാര്യങ്ങൾ പറയുക, തങ്ങളുടെ സങ്കടങ്ങൾ പറയുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക എന്നത് അതിപ്പോൾ അച്ഛൻ ഏത് പൊസിഷനായാലും അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നുള്ളതാണ്. ഇത് നമുക്കിനി സമവായത്തിന്റെ വഴികളാണല്ലോ തേടേണ്ടത്. അതെങ്ങനെയെങ്കിലും വിശ്വാസികൾ തമ്മിൽ ഇങ്ങനെ അൾത്താരയിലൊക്കെ പരസ്പരം ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് എത്ര കഷ്ടമായ കാര്യമാണ്. അത് ഒന്ന് പരിഹരിക്കണം. അതിന് ഈ പരസ്പര ഉഭയകക്ഷി ചർച്ചകളിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ ജോമോൻ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിന്റെ മറുപടി പറയാം. ഇവിടെ റിജു കാഞ്ഞൂക്കാരൻ പറഞ്ഞു, ഒന്ന് ഇവിടെ കുർബാനയല്ല പ്രശ്നമെന്ന്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഇവർക്ക് കുർബാന തന്നെയാണ് പ്രശ്നം. കുർബാനയല്ല പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് ഇവര് കുർബാനയിലെ തക്സ ഉപയോഗിച്ച് കുർബാനയിലെ റൂബ്രിക്സ് ഇവർ പാലിക്കുന്നില്ല? അത് പാലിക്കുന്നില്ല എങ്കിൽ കുർബാനയെ ഇവർ ആയുധമാക്കുന്നു ഇവരുടെ മറ്റു ചില കാര്യങ്ങൾ സംരക്ഷിക്കാൻ. ഇവർക്ക് ഇവിടുത്തെ സ്വത്ത് തന്നെയാണ് പ്രശ്നം, മറ്റൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. കുർബാന അല്ല പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് കുർബാനയെ അനുസരിക്കുന്നില്ല? കുർബാനയുടെ റൂബ്രിക്സിനെ ഇവരെ മാർപ്പാപ്പ പറഞ്ഞിട്ട് പോലും അംഗീകരിക്കുന്നില്ല. ഇവിടെ മറ്റു പല സഭകളുടെയും ലാറ്റിൻ സഭകളുടെയും ചില ഉദാഹരണങ്ങൾ ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെയല്ല, 50 വർഷമായി തുടരുന്ന ഒരു ആചാരക്രമം, അത് അവർക്ക് തുടരാൻ അവർക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്. അവരെ ഒരു വിഭാഗമായി അംഗീകരിക്കുക, അവരെ അവരുടെ വഴിക്ക് വിടുക, അവരവർ ഇഷ്ടമുള്ള ആരാധന നടത്തിക്കോട്ടെ എന്ന് വിചാരിക്കുക. അതിന് അവരെ വിലക്കാനും അവരുടെ വിവാഹം അസാധുവാക്കാനും ഒക്കെ പോകാൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അല്ല, അവിടെയും ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇവരുടെ വിശ്വാസവും ഇവരുടെ ആചാരം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മളൊരു നിഗമനത്തിൽ എത്തേണ്ട കാര്യമുണ്ട്. 6 ലക്ഷം വിശ്വാസികൾക്ക് പേരിൽ വാദിക്കാനായിട്ട് ഞാൻ പറയുന്നു, വിരലിൽ എണ്ണാവുന്ന ഇവരാരാണ്? ഇവരെന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഈ രൂപതക്കാരനാണോ എന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ രൂപതക്കാരനല്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിലിരുന്ന് ഇദ്ദേഹം ഇവിടെ ബോധപൂർവം ഈ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പ്രശ്നം ആരംഭിച്ച് 3-4 വർഷമായിട്ട് 3-4 വർഷം ഞാൻ ഈ രൂപതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇവർക്ക് ഒരു തെളിവ് പോലും ഞാൻ ഈ രൂപതക്കാരനല്ല എന്ന് പറഞ്ഞ് കാണിക്കാനില്ലല്ലോ. അങ്ങനെ പണ്ടേ ഇവർ ഹാജരാക്കുമായിരുന്നല്ലോ. ഇവർക്കത് കാണിക്കാനില്ല. അപ്പൊ ഇവരുടെ വാദം എന്ന് പറയുന്ന ഈ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, വിവിധ എറണാകുളത്തിന് പുറമേ നിന്ന് വന്ന ഒരാളെയും അവർ എറണാകുളത്ത് വെച്ചു പാഴിക്കില്ല. അത് പിതാക്കന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും. അപ്പോ ഇതിനകത്ത് എവിടെയാണ് ക്രിസ്തീയത? ഇത് തന്നെയാണ് കാരണം. തോമസ് ലീഗയെ പോലും ഇവർ അംഗീകരിക്കുന്നില്ല, കാരണം തോമസ് ലീഗ വരത്തനാണ്. കർത്താവിനെ പോലും ഇവർ അംഗീകരിക്കുന്നില്ല, കാരണം കർത്താവ് വരത്തനാണ്. ഇവർക്ക് വരത്തം, സകല ആൾക്കാരും വരത്തന്മാരാണ്. ശരി, ഇതിനകത്ത് എവിടെയാണ് ഒരു ക്രിസ്തീയത എവിടെയാണ്? ശരി, ഏതായാലും തർക്കം തുടരുകയാണ്. ഇപ്പോൾ ഈ ഉദയംപേരൂർ പള്ളിയുടെ ഒരു ചരിത്രമൊക്കെ നമുക്ക് രണ്ടുപേർക്കും നന്ദി. ദയവായി ജോമോൻ ആരക്കുഴ ഒപ്പം ശ്രീ റിജോ കാഞ്ഞൂക്കാർ രണ്ടുപേർക്കും നന്ദി.